വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ്റെ 4ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ 3 പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പീസിയേഷനെ പറ്റിയിട്ടാണ്. പിന്നെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ സംഭവിച്ചു എന്നതിന് ഉള്ള എവിഡൻസ്, തെളിവുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്പീസിയേഷൻ ആണ്. ഈ സ്പീസിയേഷൻ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് നമുക്കൊരു കഥ പറയാം. ആ കഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യും, സ്പീസിയേഷൻ പഠിക്കാം. അതായത് ഇവിടെ ഒരു ഓർഗാനിസം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാണുന്നത് ഒരു ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊരു പൂച്ചയാണെന്ന് വിചാരിക്കുക. ക്യാറ്റ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ് ഇവർ. ഇവിടെ ഈ ഒരു ഓർഗാനിസം മാത്രമല്ല, അതായത് ഒരു ക്യാറ്റ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ക്യാറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾ ഇവരെന്ത് ചെയ്തു, ആ ഒരു പ്രദേശത്ത് പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്തു. ഇൻ്റർബ്രീഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരേ സ്പീഷ്യസിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇൻ്റർബ്രീഡ് ചെയ്തിട്ട്, അതായത് റിപ്രൊഡക്ഷൻ നടത്തിയിട്ട് പുതിയൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട്, അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്തു, ഇൻ്റർബ്രീഡ്, പരസ്പരം റിപ്രൊഡക്ഷൻ നടത്തിയിട്ട് പുതിയ ഓർഗാനിസത്തിനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു. അതായത് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇതിലെ ഒരു ക്യാറ്റ് എന്ത് ചെയ്തു, വേറെ കുറച്ച് ദൂരേക്ക് ഇങ്ങോട്ട് മാറിപ്പോയി. കുറച്ച് ദൂരേക്ക്, വലിയ ദൂരത്തേക്കൊന്നല്ല, കുറച്ചൊരു ദൂരത്തേക്ക് മാറിപ്പോയി. ആ മാറിപ്പോയ സമയത്ത് ഇവർക്കിടയിൽ എന്തു വന്നു, ഒരു ബാരിയർ വന്നു. അതിപ്പോൾ എന്തെങ്കിലും കലാമിറ്റി മൂലമായിരിക്കാം. ഒരു വെള്ളപ്പൊക്കമാണെന്ന് വിചാരിക്കുക. ആ വെള്ളപ്പൊക്കം മൂലം ഇവർക്ക് എന്ത് ചെയ്തു, ഇവർക്ക് ഇവിടേക്ക് പോയിട്ടുള്ള ഈ ഓർഗാനിസത്തിന് വീണ്ടും ആ ഒരു പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു, ഒരു ബാരിയർ ഇവിടെ ഫോം ചെയ്തു. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഒരു ബാരിയർ, ഇങ്ങനെ ഈ കാണുന്നതൊക്കെ വെള്ളമാണെന്ന് വിചാരിക്കുക. അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ബാരിയർ, ഇപ്പോൾ ഒരു നദിയായിരിക്കാം, അങ്ങനെ ഒരു ബാരിയർ എന്ത് ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാറ്റ് ഈ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയി. ഈ ഓർഗാനിസത്തിന് ഈ ബാരിയർ കടന്ന് ഇപ്പുറത്തെ ഓർഗാനിസംസ് ജീവിക്കുന്ന, അവരുടെ ക്യാറ്റ് ജീവിക്കുന്ന ആ ഒരു അവരുടെ സ്ഥലത്തോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഓർഗാനിസം പുതിയൊരു എൻവയോൺമെൻറ്റിലാണ് ജീവിച്ചത്. അതായത് നമ്മുടെ ക്യാറ്റ് ആദ്യം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്യാറ്റ് പിന്നെ ഇങ്ങോട്ട് പോയപ്പോൾ അതൊരു പുതിയൊരു എൻവയോൺമെൻറ്റിലായപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഓർഗാനിസം ആ എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പുതിയ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ക്യാറ്റ് വേറെ പുതിയ ഒരു ഓർഗാനിസമായിട്ട് മാറാനായിട്ട് ഇടയുണ്ടായി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പീസിയേഷൻ എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്, നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം കിട്ടി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണോ നമ്മളിപ്പോൾ? അല്ല, നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ല, നമ്മൾ അച്ഛനെയും അമ്മയെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ പഠിക്കാനൊക്കെ ആവശ്യത്തിനായിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തോട്ടേക്ക് മാറി താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ രൂപത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വേറൊരാളായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഓർഗാനിസംസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ഇപ്പം മ്യൂട്ടേഷൻ വരാം, നാച്ചുറൽ സെലക്ഷൻ വരാം, ജനറ്റിക് റീകോമ്പിനേഷൻസ് വരാം, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന ഫാക്ടേഴ്സൊക്കെ വരാം. ഈ ഫാക്ടേഴ്സ് കൊണ്ട് ഓർഗാനിസംസ് സെപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും, പുതിയൊരു ഓർഗാനിസമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് എന്തു പറയുന്നത്, സ്പീസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത്. അതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പറയുന്നത്. അപ്പോൾ ഈ സ്പീസിയേഷനെ പറ്റിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Although the members of population can produce offspring with a difference through reproduction, the remaining as a single species. അതായത്
ഒരു പോപ്പുലേഷൻസിലുള്ള മെമ്പേഴ്സ് തമ്മിൽ വളരെ കുറച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, റിപ്രൊഡക്ഷൻ നടത്തും. റിപ്രൊഡക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, പുതിയ സ്പീഷീസ് ഉണ്ടാവും എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ് ഈച്ച് അതർ ബൈ എക്കോളജിക്കൽ ഓർ ദ അതർ ഫാക്ടേഴ്സ്, അതായത് എക്കോളജിക്കൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സ് മൂലം നമ്മുടെ പോപ്പുലേഷൻസിലുള്ള മെമ്പേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാകും, അവരിൽ എന്ത് സംഭവിക്കും, വേരിയേഷൻസ് സമയത്തിനനുസൃതമായി അക്കുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പം നമ്മൾ ഹോസ്റ്റലിലോട്ട് മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹോസ്റ്റലിലോട്ടേക്ക് മാറി താമസിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സും ഉണ്ടാകാം. നമുക്ക് പഠിക്കണം, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഫാക്ടേഴ്സും ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടേഴ്സ് വീട്ടിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, ദൂരം കൂടുതലാണ് വീട്ടിൽ നിന്ന് പഠിക്കുന്നിടത്ത്, അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും നമ്മൾ മാറി താമസിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഓർഗാനിസം ഇങ്ങനെ വേറൊരു സ്ഥലത്തോട്ടേക്ക് പോവാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ഒന്ന് എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്തിന് കാരണമാണ്, ഓർഗാനിസംസ് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർഗാനിസംസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിൽ എന്ത് സംഭവിക്കും, വേരിയേഷൻസ് അക്കുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയണേ? വെൻ ദി മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ബിക്കം unable to reproduce new offsprings mutually, they will evolve into different species. അപ്പോൾ എന്താണ്, ഒരേ മെമ്പേഴ്സ് തന്നെയാണെങ്കിലും ഇവർക്ക് റിപ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, മാറിയിട്ടുള്ള അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് മാറിപ്പോയിട്ടുള്ള സ്പീഷീസ് ഇല്ലേ, ആ സ്പീഷീസ് പുതിയ ഒരു സ്പീഷീസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ പുതിയ പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അതാണ് സ്പീസിയേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എവിഡൻസസ് ഓഫ് എവല്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് എവല്യൂഷൻ നടന്നു എന്നതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എവിഡൻസസ് ഓഫ് എവല്യൂഷൻ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് എവിഡൻസസ് ആണുള്ളത്. ഒന്ന് മോളിക്യുലാർ ബയോളജി, 2 കമ്പാരിറ്റീവ് അനാറ്റമി, 1 ഫോസിൽ എവിഡൻസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഫോസിൽ എവിഡൻസസ് ആണ്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ നടന്നു എന്നതിനുള്ള തെളിവുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. മോളിക്യുലാർ ബയോളജി വെച്ചിട്ട്, കമ്പാരിറ്റീവ് അനാറ്റമി യൂസ് ചെയ്തിട്ട്, ഫോസിൽ എവിഡൻസസ് യൂസ് ചെയ്തിട്ട്. ഇത്രയും 3 രീതിയിലാണ് നമുക്ക് എവല്യൂഷൻസ് സംഭവിച്ചു എന്നതിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ എവിഡൻസ് ആയിട്ടുള്ള മോളിക്യുലാർ ബയോളജീനെ പറ്റിയിട്ട് നോക്കാം. മോളിക്യുലാർ ബയോളജിയിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഓർഗാനിസം, ഇപ്പോൾ നമുക്ക് മനുഷ്യനെ വേറെ കുറേ ഓർഗാനിസംസ് ആയിട്ട് കമ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മനുഷ്യൻ്റെ വേറെ ഇപ്പോൾ ഗൊറില്ലയുടെ ആണ് നമുക്ക് ഗൊറില്ലയുടെ ആണ് ആയിട്ട് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗൊറില്ലയുടെയും മനുഷ്യൻ്റെയും DNA എടുക്കും. ആ DNAയിൽ നമുക്കറിയാം DNA ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. ഈ ന്യൂക്ലിയോടൈഡ്സുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയാം, അമിനോ ആസിഡ്സ് കൊണ്ടാണെന്നറിയാം. അപ്പോൾ ഈ അമിനോ ആസിഡ്സുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോളിക്യുലാർ ബയോളജിയിൽ ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുന്നത്. അതായത് അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുന്നത്. നോക്കി, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ കമ്പയറിംഗ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA ആൻഡ് ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ പ്രോട്ടീൻസ് ഓഫ് ആൻ ഓർഗാനിസം വിത്ത് ദോസ് ഓഫ് അതർ ഓർഗാനിസംസ്. അതായത് DNAയിലെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ സീക്വൻസ് നമ്മൾ കമ്പയർ ചെയ്യും. അതേപോലെ തന്നെ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസും നമ്മൾ കമ്പയർ ചെയ്യും. പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 3 മോളിക്യുലാർ ബയോളജി കമ്പാരിറ്റീവ് അനാറ്റമി ആണ് നോക്കിയിരിക്കുന്നത്. നമുക്ക് ചിമ്പാൻസി, ഗൊറില്ല, അതേപോലെ തന്നെ റാറ്റ്. ചിമ്പാൻസി, ഗൊറില്ല, റാറ്റ്, ഇത് 3 ഓർഗാനിസം
നമ്മുടെ മനുഷ്യനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻസ് ആയിട്ടാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻസ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ അമിനോ ആസിഡ്സിലുള്ള വ്യത്യാസം, അതായത് മനുഷ്യനും ചിമ്പാൻസി, ഗോറില്ല, റാറ്റ് ഇവരുടെ അമിനോ ആസിഡ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ ചിമ്പാൻസികളിൽ 0 ഡിഫറൻസ് ആണ് കണ്ടെടുത്തത്. ഗോറില്ലയ്ക്ക് 1 ഡിഫറൻസ് ഉണ്ട്, റാറ്റിന് 31 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ റാറ്റിന് നമ്മളായിട്ട് ഒരു എന്തുമില്ല, ബന്ധവുമില്ല എന്ന് മനസ്സിലായി. കാരണം നമ്മൾ ന്യൂക്ലിയോടൈഡ്സുകൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡ്സിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. അതായത് അമിനോ ആസിഡ്സുകൾ തമ്മിൽ മനുഷ്യൻ്റെ അമിനോ ആസിഡ്സും നമ്മുടെ ചിമ്പാൻസിയുടെ അമിനോ ആസിഡും സെയിം ആയിട്ടാണ് കിട്ടിയത്, ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, 0 എന്ന് വന്നത്. അതേപോലെ തന്നെ ഗൊറില്ലയുടെ നോക്കിയപ്പോൾ ഒരു അമിനോ ആസിഡ്സിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. റാറ്റിൽ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി, 31 അമിനോ ആസിഡ്സുകളിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്നത്, അതായത് നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ഓർഗാനിസം ഏതാണ്, അപ്പോൾ നമ്മുടെ ആരുമല്ല, നമ്മുടെ ചിമ്പാൻസീസ് ആണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത്. കാരണം എന്തുകൊണ്ടാണ്, അവരുടെ ബീറ്റ ചെയിനിൻ്റെ അമിനോ ആസിഡ്സിൽ എന്തില്ല, 0 ഡിഫറൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോളിക്യുലാർ ബയോളജി വെച്ചിട്ട് ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഇനി ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. നമ്മുടെ ഹീമോഗ്ലോബിനിൽ കാണുന്ന, ഹീമോഗ്ലോബിൻ നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനും ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ അതിലെ ഒരു സ്ട്രക്ചറാണ് ഗ്ലോബിൻ എന്ന് പറയുന്നത്. ഗ്ലോബിൻ എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. അതായത് റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രോട്ടീൻ മോളിക്യൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഗ്ലോബിൻ എന്ന് വിളിക്കുക. അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ മോളിക്യുലാർ ബയോളജി എന്താണെന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കമ്പാരിറ്റീവ് അനാറ്റമിയാണ്. അപ്പോൾ കമ്പാരിറ്റീവ് അനാറ്റമി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് കമ്പാരിറ്റീവ്, അതായത് കമ്പയർ ചെയ്യുകയാണ്. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അനാറ്റമി എന്നാണ്. അനാറ്റമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മോർഫോളജി ഉണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ആണ്. അനാറ്റമി എന്താണെന്നും അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്, മോർഫോളജി ഉണ്ട്. അനാറ്റമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ അനാറ്റമി എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മുടെ ഹേർട്ട്, കിഡ്നി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് അനാറ്റമി. മോർഫോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുറമേ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. അതായത് നമ്മുടെ കൈ, കാല് അതിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് വിളിക്കുക. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മോർഫോളജി എന്തായിരിക്കും, അവരുടെ പുറമേ കാണുന്ന സ്ട്രക്ചേഴ്സ്, അതായത് അവരുടെ ലീഫ്, സ്റ്റെം, റൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മോർഫോളജിയിൽ പഠിക്കുക. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് അനാറ്റമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ അനാറ്റമി, അതായത് അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സ്ട്രക്ചേഴ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ 4 ലിംസിൻ്റെ ബോൺസിൻ്റെ ഡിഫറൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് അനാറ്റമിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാണുന്ന ഓർഗാനിസത്തിൻ്റെ, ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് അനാറ്റമി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പിക്ചർ നോക്കാം. ഈ പിക്ചർ നോക്കിയിട്ട് നമുക്കത് പഠിക്കാം. ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്നത് 4 ലിംസ് ആണ്. ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ 4 ലിംസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ, ഈ കാണുന്ന പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ 4 ലിംസിലെ ബോൺസുകളുടെ സ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഏതിൻ്റെ ഒക്കെയാണ്, മനുഷ്യൻ്റെ തന്നിട്ടുണ്ട്, മാനിൻ്റെ തന്നിട്ടുണ്ട്, ഇത് മാനിൻ്റെ ആണ്. പിന്നെ ക്യാറ്റിൻ്റെ തന്നിട്ടുണ്ട്, വെയിലിൻ്റെ തന്നിട്ടുണ്ട്, ബാറ്റിൻ്റെ തന്നിട്ടുണ്ട്. വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിമിംഗലം, ബാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വവ്വാല്, പിന്നെ ക്യാറ്റ് പൂച്ചയുടെ, മനുഷ്യൻ്റെ, ഇത്രയും പേരുടെ എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ 4 ലിംസിൻ്റെ ബോൺസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്ന കളർ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇതേ ബോൺ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇതേ ബോൺ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് മാനിൻ്റെയും ക്യാറ്റിൻ്റെയും വെയിലിൻ്റെയും ബാറ്റിൻ്റെയും
ഒരേ ബോൺ കൊണ്ട് തന്നെയാണ് ഇതെല്ലാനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബോൺ തന്നെയാണ് ഇവിടെ, ഈ ബോൺ തന്നെയാണ് ഇവിടെ, ഈ ബോൺ തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ബോൺ ഉണ്ടല്ലോ, ഈ ബോൺ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്, പിന്നെ ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഇവിടെയുണ്ട്, കാറ്റിലും ഉണ്ട്, പിന്നെ എന്തുണ്ട്, വെയിലിലും ഉണ്ട്, ബാറ്റിലും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്താണ്, സെയിം ആണ്. അതായത് ഒരേ ബോൺ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 4 limbs ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എന്താണ് ഇവിടെ ഡിഫറൻസ്, എന്താണ് ഇവരുടെ സ്ട്രക്ചർ? ഇവരുടെ ഫങ്ഷനിലും എക്സ്റ്റേണൽ സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ സെയിം ആണ്, പക്ഷേ ഇവരുടെ എക്സ്റ്റേണൽ സ്ട്രക്ചറും അവരുടെ ഫങ്ഷനും എന്താണ്, ഡിഫറൻ്റ് ആണ്. കാരണം നമ്മുടെ വീല്, അതായത് തിമിംഗലത്തിൻ്റെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലിപ്പേഴ്സ് എന്നാണ്. നമ്മൾ അവ നീന്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. പക്ഷേ ബാറ്റിൻ്റെ ഇത് വിങ്സ് എന്തിനാ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് വിങ്സിനാണ്. അതായത് അവർക്ക് പറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബാറ്റിന് ഈ വിങ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാറ്റിന് അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട്, മാനിൽ നോക്കുകയാണെങ്കിൽ അവരുടെ 4 limbs എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ ഇൻറ്റേർണൽ അനാറ്റമി, അതായത് എല്ലാ ഓർഗൻസും, ഇപ്പോൾ ഫ്യൂമറസ് അങ്ങനത്തെ ഒക്കെ ഓരോ ഫെലാഞ്ചൻസ് അങ്ങനത്തെയൊക്കെയാണ് ഓരോ ഇതിൻ്റെ ബോൺസിനൊക്കെ വിളിക്കുന്ന പേര്. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. ഇതിലെല്ലാത്തിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ സെയിം ആണ്. പക്ഷേ ഇവരുടെ ഫങ്ഷനും എക്സ്റ്റേണൽ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആണ്. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതേപോലത്തെ സ്ട്രക്ചർ അല്ല, അതായത് ഈ കാണുന്നതിൻ്റെ സ്ട്രക്ചർ അല്ല ഈ വെയിലിനുള്ളത്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. വെയിലിനുള്ള സ്ട്രക്ചർ അല്ല ബാറ്റിനുള്ളത്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഓർഗൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ സ്ട്രക്ചറിലും ഫങ്ഷനിലും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. കാരണം ഇവരെല്ലാവരും ഒരേ ബോൺസ് കൊണ്ടാണ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എവല്യൂഷനിൽ എന്തോ ഒരു പങ്കുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോസിൽ എവിഡൻസിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഫോസിൽ എവിഡൻസ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ഫോസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫോസിൽസ് എന്ന് വിളിക്കുക. അതാണ് ഫോസിൽസ് ആർ ദി റിമൈൻസ് ഓർ ട്രേസ് ഓഫ് ആൻസിയൻറ്റ് ഓർഗാനിസംസ്. ആൻസിയൻറ്റ് ആയിട്ടുള്ള, ആൻസിയൻറ്റ് എന്ന് വെച്ചാൽ മുൻകാല ഓർഗാനിസത്തിൻ്റെ, അപ്പോൾ മുൻകാലത്ത് ഉണ്ടായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ റിമൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫോസിൽസ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഹോഴ്സിൻ്റെ ഒരു ആൻസിസ്റ്ററാണ്. നമ്മളിപ്പോൾ കാണുന്ന ഹോഴ്സിൻ്റെ ഒരു ആൻസിസ്റ്ററാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാലുകൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കാലുകളുടെ നീളം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തുള്ള ഹോഴ്സില്ലേ, ഇപ്പോഴത്തെ ഹോഴ്സിനേക്കാളും ഇവരുടെ കാലുകളുടെ നീളം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ദ ആൻസിസ്റ്റർ ഓഫ് ഹോഴ്സ് ഹാഡ് ഷോർട്ടർ ലെഗ്സ് ദാൻ ദി വൺസ് ഇൻ ദി ഔട്ട് ടൈംസ്. അതായത് അവരുടെ മുൻകാലത്ത് ഉണ്ടായിരുന്ന ഹോഴ്സുകളുടെ കാലിൻ്റെ നീളം എന്തായിരുന്നു, വളരെ ചെറുതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ഹോഴ്സിൻ്റെ നീളം എന്താണ്, കാലുകളുടെ നീളം എന്താണ്, വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്, അതായത് ചെറിയ കാലുള്ള ഓർഗാനിസത്തിൽ നിന്ന് വലിയ കാലുള്ള ഓർഗാനിസമായിട്ട് മാറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, അവിടെ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോസിൽ എവിഡൻസിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ഫോസിലാണ് ഈ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഫിഗറിൽ. ഇതെന്ന് പറയുന്നത് ആർക്കിയോപ്റ്ററസിൻ്റെ ഒരു ഫോസിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആർക്കിയോപ്റ്ററസിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് കണക്റ്റിംഗ് ലിങ്ക് ആണ്. അതായത് റെപ്റ്റൈൽസിനും ബേർഡ്സിൻ്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണെന്നാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആർക്കിയോപ്റ്ററസിനെ വിളിക്കുന്ന പേര്. ആർക്കിയോപ്റ്ററസ് എന്ന് പറയുന്നത് റെപ്റ്റൈലിൻ്റെയും ബേർഡ്സിൻ്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കണക്റ്റിംഗ് ലിങ്ക് എന്ന് വിളിക്കുന്നറിയോ,
ഈ ആർക്കിയോപ്റ്ററസിന് ബോത്ത് റെപ്റ്റൈൽസ്, അതായത് റെപ്റ്റൈൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്റ്റൈലാണ്, പക്ഷെ ബേർഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ ബേർഡ്സും ആണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് നമ്മളുടെ ആരെന്ന് പറയുന്നത്, ആർക്കിയോപ്റ്ററസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും സ്വഭാവം ആര് കാണിക്കുന്നുണ്ട്, ഈ ആർക്കിയോപ്റ്ററസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തു പറയാൻ പറ്റും, അതായത് റെപ്റ്റൈലിൽ നിന്ന് ബേർഡ്സിലോട്ടേക്കുള്ള എവല്യൂഷൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ള ഒരു ഓർഗാനിസമാണ് എന്തെന്ന് പറയാൻ പറ്റും, ആർക്കിയോപ്റ്ററസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത് രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ ഈ ആർക്കിയോപ്റ്ററസിനെ നമ്മുടെ ഫോസിൽ കിട്ടിയപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി, ഇതിന് രണ്ടിൻ്റെയും സ്വഭാവമുണ്ട്, റെപ്റ്റൈലിൻ്റെയും സ്വഭാവമുണ്ട്, ബേർഡ്സിൻ്റെയും സ്വഭാവമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് എവല്യൂഷൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുടെ ഫോസിലാണ് ദിനോസേഴ്സിൻ്റെ മാമത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആനയിലെ ആനേനെ പോലെ ഇരിക്കുന്ന ഒരു ജീവിവർഗമാണ് നമ്മുടെ മാമത്ത് എന്ന് പറയുന്നത്. അത് എക്സ്റ്റിൻറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഡിനോസേഴ്സിൻ്റെ മാമത്തിൻ്റെ എന്താണ് ഫോസിൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് ഇന്ന് ഭൂമിയിൽ എക്സ്റ്റിങ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഓർഗാനിസംസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഫോസിൽസ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് പ്രൂവ് ദാറ്റ് മെനി സ്പീഷീസ് ഹാവ് ബിക്കം എക്സ്റ്റിങ്റ്റ് ദാറ്റ് വർ ലീവ്ഡ് ഓൺ എർത്ത് ഇൻ ദി പാസ്റ്റ്. അതായത് ഭൂമിയിൽ ഇപ്പോൾ എക്സ്റ്റിങ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ തെളിവുകളാണ് ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ പോർഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്തിനെ പറ്റിയിട്ടായിരുന്നു, സ്പീസിയേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. പിന്നെ എവിഡൻസസ് ഓഫ് എവല്യൂഷനിലുള്ള എവിഡൻസസിനെ പറ്റി പഠിച്ചു. അതിലെ മോളിക്കുലാർ ബയോളജി എവിഡൻസ്, അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അനാറ്റമി, പിന്നെ ഫോസിൽ എവിഡൻസ്, ഇത്രത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.